الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 71-ാമത്തെ വചനമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ نوح إذ قال لقومه يا قوم إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم قضوا إلي ولا تنظرون. വത്സുലു അലൈഹിം, താങ്കൾ അവർക്ക് ഓതി കേൾപ്പിക്കുക, അവരുടെ മേൽ ഓതി കേൾപ്പിക്കുക. നബഅ നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമയുടെ ആ വലിയ സംഭവം, ആ മഹാസംഭവം. ഇത് ഖാല ലി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം. ഇൻ കാന കബുറ അലൈക്കും മഖാമി, നിങ്ങൾക്ക് എൻ്റെ നിലപാട്, നിങ്ങൾക്കിടയിലുള്ള സ്ഥാനം അരോചകമാണെങ്കിൽ, അസഹ്യമാകുന്നുവെങ്കിൽ, ഇൻകാന കബുറ അലൈക്കും, നിങ്ങളെ മേൽ അസഹ്യമാകുന്നുണ്ടെങ്കിൽ, മഖാമി, എൻ്റെ സ്ഥാനം അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം, എൻ്റെ നിലപാട്, വതദ്കീരി, എൻ്റെ ഉത്ബോധനവും, ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ കൊണ്ട് നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നതും നിങ്ങൾക്ക് അസഹ്യമാണെങ്കിൽ, ഫഅലല്ലാഹി തവക്കൽതു, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തവക്കൽ അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ തവക്കൽതു, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെയും അർപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഫഅജ്മിഉ അംറക്കും വശുറകാഅക്കും, ഫഅജ്മിഉ അംറക്കും, നിങ്ങളുടെ കാര്യം തീരുമാനിക്കുക, വശുറകാഅക്കും, നിങ്ങളുടെ പങ്കാളികളും, നിങ്ങളുടെ ദൈവത്തിൻ്റെ പങ്കാളികളും നിങ്ങളും ചേർന്ന് ഇനി നിങ്ങളുടെ കാര്യം തീരുമാനിച്ചു കൊള്ളുക. സുമ്മ ലാ യക്കുൻ അംറക്കും അലൈക്കും, സുമ്മ ലാ യക്കുൻ, പിന്നെ ആവരുത്, അംറുക്കും, കാര്യം, നിങ്ങളുടെ കാര്യം, അലൈക്കും, നിങ്ങളുടെ മേൽ, ഗുമ്മത്തൻ, അവ്യക്തമാകരുത്, അല്ലെങ്കിൽ മറഞ്ഞതാകരുത്, മങ്ങിയതാകരുത്. സുമ്മ ഖുലു അലയ്യ, പിന്നെ നിങ്ങൾ എൻ്റെ നേരെ അത് നടപ്പാക്കുക, എനിക്കെതിരെ അത് നടപ്പാക്കുക. വലാ തുമിറൂൻ, എനിക്ക് അവസരം തരേണ്ടതില്ല. ഒന്നുകൂടെ അർത്ഥം പറയാം. വത്തുലു അലൈഹിം, തലായത്തുലു പറഞ്ഞാൽ തന്നെ ഗൗരവമുള്ളൊരു കാര്യം ഓതി കേൾപ്പിക്കുക എന്നാണ്, വായിച്ച് കേൾപ്പിക്കുക, പറഞ്ഞു കേൾപ്പിക്കുക. അലൈഹിം, അവരുടെ മേൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹ് പറയാണ്, താങ്കളുടെ പ്രതിയോഗികളായ, താങ്കളുടെ എതിരാളികളായ, താങ്കളെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ പ്രവാചകനെ, അള്ളാഹുവിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഓതി കേൾപ്പിച്ചു കൊടുക്കണം. നബഅ നൂഹിൻ, നബഅ എന്ന വർത്തമാനം സാധാരണ ഒരു വർത്തമാനമല്ല, ഗൗരവമുള്ള വർത്തമാനം. അതാണ് നൂഹ് അലൈഹിസ്സലാമയുടെ ഗൗരവമുള്ള വർത്തമാനം, അല്ലെങ്കിൽ മഹാസംഭവം എന്നൊക്കെയുള്ള അർത്ഥമാണ് നബഅ നൂഹ്. ഇത് ഖാല ലി ഖൗമിഹി, എന്താണ് മഹാസംഭവം? അദ്ദേഹം പറഞ്ഞതും അള്ളാഹു അവരെ പിടികൂടിയതൊക്കെ ആ സംഭവം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് ഖാല ലി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞല്ലോ, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇൻ കാന കബുറ അലൈക്കും, നിങ്ങൾക്ക് അസഹ്യമാകുന്നുണ്ടെങ്കിൽ, കബുറ വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, മഖാമി, എൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം,
എൻ്റെ നിലപാട്, നിങ്ങൾക്ക് ഇടയിലുള്ള എൻ്റെ നിലപാട്, എൻ്റെ സാന്നിധ്യം, എൻ്റെ സ്ഥാനം നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ തെതുക്കീർ ദിക്ർ ദക്കറ ഓർമ്മപ്പെടുത്തിന. തെതുക്കീർ പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തൽ. എൻ്റെ ഓർമ്മപ്പെടുത്തലും എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ജനങ്ങൾ പ്രവാചകന്മാർ പറയുന്ന അധ്യാപനങ്ങൾ സ്വീകരിക്കണം, അല്ലാത്ത പക്ഷം ഇഹത്തിലും പരത്തിലും പരാജയപ്പെടും, നഷ്ടപ്പെടും. അതാണല്ലോ പ്രവാചകന്മാർ മുഖ്യമായും ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നത്. അതും നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ തദ്കീരി ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഫഅലല്ലാഹി തവക്കൽതു, ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഫഅജ്മിഉ അംറക്കും വശുറക്കാഅക്കും, നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും ചേർന്ന്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും ചേർന്ന് കാര്യങ്ങളൊക്കെ കൂട്ടായി തീരുമാനിച്ചു കൊള്ളുക. ഫഅജ്മിഉ, നിങ്ങൾ കൂട്ടായി തീരുമാനിച്ചു കൊള്ളുക. അംറക്കും, നിങ്ങളുടെ കാര്യം, വശുറക്കാഅക്കും, നിങ്ങളുടെ പങ്കാളികളും. സുമ്മ ലാ യകുൻ അംറുക്കും, പിന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്കാവരുത്, അലൈക്കും, നിങ്ങളുടെ മേൽ ഗുമ്മത്തൻ, അവ്യക്തമാകരുത്. കൃത്യമായ, വ്യക്തമായ, സ്പഷ്ടമായ ഒരു തീരുമാനം എടുത്തുകൊള്ളു. അതിൻ്റെ പരിണിതി എന്താണെന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾക്കൊരു അവ്യക്തതയും ഉണ്ടാവേണ്ടതില്ല. സുമ്മ ഖുലു അലയ്യ, പിന്നെ ആ തീരുമാനം എനിക്കെതിരെ നിങ്ങൾ നടപ്പാക്കുക, എൻ്റെ മേൽ നിങ്ങൾ നടപ്പാക്കുക. ഖലാഇ ഖുലു എന്ന വിധിക്കുക എന്നാണല്ലോ. വലാ തുള്ളിറൂൻ, എനിക്ക് നിങ്ങൾ അവസരം തരേണ്ടതില്ല, നിങ്ങൾ എനിക്ക് അവധി തരേണ്ടതില്ല. മറുതന്ത്രം പയറ്റുവാൻ നിങ്ങൾ എനിക്ക് സാവകാശമൊന്നും തരേണ്ടതില്ല. നിങ്ങൾ എനിക്കെതിരെ നിലപാട് സ്വീകരിച്ച സ്ഥിതിക്ക് നിങ്ങളും നിങ്ങളുടെ എല്ലാ ദൈവങ്ങളും കൂടിയിട്ട് എനിക്കെതിരെയുള്ള തന്ത്രങ്ങൾ നടപ്പാക്കിക്കൊള്ളുക. എനിക്ക് നിങ്ങൾ അവസരം തരേണ്ടതില്ല. എന്താണിത് ഇങ്ങനെ ഒരു കാര്യം ഖുറൈശികളോട് പറയാൻ കാരണം? അന്തിമ വിജയം എന്നും പ്രവാചകന്മാർക്കായിരിക്കും. അതുണർത്തുകയാണ് അവർ. നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ജനത വലിയ ജനതയാണല്ലോ. അതോടൊപ്പം അദ്ദേഹം 950 വർഷം, നൂറ്റാണ്ടുകളാണ് അവർക്കിടയിൽ പ്രബോധനം നടത്തിയത്. എന്നിട്ട് വിരലിലുള്ളാവുന്ന ആൾക്കാർ മാത്രമേ അദ്ദേഹത്തിന് അനുയായികളായിട്ടുള്ളൂ. അവരിലാണ് ഈ ബഹുദൈവത്വം, ഷിർക്ക് ആദ്യമായി പടർന്നു പിടിച്ചത്. അപ്പോൾ അവസാനം ഇനി ഇവർ നന്നാവാനുള്ള ഒരു വഴിയും കാണുന്നില്ല എന്ന് വന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം അവർക്കെതിരെ പ്രാർത്ഥിച്ചത് സൂറത്ത് നൂഹിൽ വരുന്നുണ്ട്. പടച്ചവനെ, ഇവരുടെ ഒരു വീടും ബാക്കി വെക്കാത്ത വിധം ഇവരെ നീ തകർത്ത് കളയണം, നശിപ്പിക്കണം. അവസാനം അദ്ദേഹം അത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യറ, ഈ നിഷേധികളുടെ ഒരു വീടും ബാക്കി വെക്കാതെ നീ നശിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി, അത് പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാം നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ജനതയ്ക്ക് ഓതിക്കേൾപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. എന്തിനാണ്? നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനത സ്വീകരിച്ച അതേ നിലപാട് നിങ്ങളും സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിയണം, അന്തിമ വിജയം നിങ്ങളെപ്പോലെയുള്ള അധികാരികൾക്കല്ല, അന്തിമ വിജയം പ്രവാചകന്മാർക്ക് തന്നെയാണ്. ആ ഒരു ചരിത്രം നൂഹ് നബി അലൈഹി സ്വലാമയുടെ ഒരു ചരിത്രത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറഞ്ഞ് പിന്നെ ഈസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രവും പറഞ്ഞ് ഖുറൈശികളെ ഉണർത്തുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഞാൻ വിശദീകരിക്കേണ്ടത്, അർത്ഥം പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. വത്തുലു അലൈഹിം, ഈ പ്രയോഗം നമ്മൾ സൂറത്ത് മാഇദയിൽ പഠിച്ചിട്ടുണ്ട്. വത്തുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ആദം അലൈഹിസ്സലാമയുടെ 2 മക്കൾ ഒരു ബലി നടത്തിയ സന്ദർഭം. ഇത് ഖറബാ ഖുർബാനൻ, 2 പേരും ഒരു ബലി നടത്തിയ കാര്യം ഓർക്കണം. എന്നിട്ട് ഫതുഖുബ്ബില മിൻ അഹദിഹിമ, ഒരാളുടേത് സ്വീകരിച്ചു, വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റാളുടെ സ്വീകരിച്ചില്ല. സൂറത്ത് മാഇദയിൽ അവരുടെ ആ കഥ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ പ്രയോഗം വത്തുലു അലൈഹിം നബഅ ഇബ്നൈ ആദം, ആദമിൻ്റെ അലൈഹിസ്സലാം 2 മക്കളുടെ കഥ അവർക്ക് ഓതി കേൾപ്പിക്കുക. അതേമാതിരിയുള്ള പ്രയോഗമാണ് വത്തുലു അലൈഹിം നബഅ നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമയുടെ മഹാസംഭവം താങ്കൾ മുഹമ്മദെ അവർക്ക് ഓതി കേൾപ്പിക്കുക. മുഹമ്മദ് നബിയെ അങ്ങ് അവരെ ഓതി കേൾപ്പിക്കണം. ഇത് ഖാലലി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞു, യാ ഖൗമി, ജനങ്ങളെ, ഇൻകാന കബുറ അലൈക്കും, നിങ്ങൾക്ക് കബീറാകുക, വലുതാവുക,
എന്ന് വെച്ചാൽ വലിയ പ്രശ്നമായി തോന്നുന്നുവെങ്കിൽ എൻ്റെ സാന്നിധ്യം, മക്കാമി, എൻ്റെ നിൽപ്പ്, എൻ്റെ സാന്നിധ്യം, എൻ്റെ നിലപാട് നിങ്ങൾക്ക് വളരെ ഗുരുതരമായി, വളരെ പ്രയാസകരമായി, അസഹ്യമായി, അതാണ് കബുറ, അസഹ്യമാവുക. അത് സാന്ദർഭികമായ അർത്ഥമാണ്, വലുതാവുക എന്നാണ് അർത്ഥം. ഞാൻ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് വലിയ പ്രശ്നമാണെങ്കിൽ, ഞാൻ അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രയാസമായി തോന്നുന്നുവെങ്കിൽ, അതാണ് ഇൻകാന കബുറ അലൈക്കും മക്കാമി, മക്കാമ് സ്ഥാനം. മക്കാമ് ഇബ്രാഹിം എന്നൊക്കെ പറയല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന സ്ഥാനം എന്നാണല്ലോ. തെതുക്കീരി, തെതുക്കീർ, ദക്കറാനെ ഉണർത്തൽ എന്ന, ഓർമ്മപ്പെടുത്തൽ എന്ന, പാഠം പഠിപ്പിക്കൽ എന്ന. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഉണർത്തുന്നത്, ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ വെച്ച. നൂഹ് നബി അലൈഹി സ്വലാമക്ക് വേദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേദത്തെ സംബന്ധിച്ച് ചില പരാമർശങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ജൂബില എന്ന പേരിൽ, ജൂബില എന്നായിരുന്നു അതിൻ്റെ പേര്, അല്ലാഹു അലം. അപ്പോൾ അതാണ് ബിയായാത്തിൽ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേദപ്രകാരം, അദ്ദേഹത്തിന് ലഭിച്ച വേദപ്രകാരം അദ്ദേഹം അവരെ ഉണർത്തുന്നതും അവർക്കിടയിൽ തൗഹീദ് പ്രബോധനം ചെയ്യുന്നതും ഇസ്ലാമിക ആദർശങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് അവരെ വിളിക്കുന്നതും, അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്കും ഒരുത്തത്തിലേക്കും അവരെ വിളിക്കുന്നതും അവർക്ക് അസഹ്യമാണെങ്കിൽ, അതാണ് ഇൻകാന കബുറ അലൈക്കും മഖാമി വതദ്കീരി ബി ആയാത്തില്ലാഹി. അപ്പം നിങ്ങൾ ഫഅലല്ലാഹി തവക്കൽതു, അങ്ങനെയാണ് വിഷയമെങ്കിൽ ഞാൻ എൻ്റെ കാര്യം ഇതാ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഫഅലല്ലാഹി, അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ തവക്കൽതു, ഞാൻ എൻ്റെ കാര്യം ഏൽപ്പിച്ചു. ഞാനൊക്കെ അള്ളാഹിനെ ഏൽപ്പിച്ചിരിക്കണം. ഇനി നമുക്കൊന്ന് നോക്കാമല്ലോ. ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, നിങ്ങളെല്ലാവരും ബഹുഭൂരിഭാഗം ആൾക്കാൾ, എൻ്റെ കൂടെ ഉള്ളത് വിരലിലുണ്ടാവുന്ന അല്പം ആളുകൾ. എന്നിട്ട് ഞാനിതാ എൻ്റെ കാര്യം പ്രവാചകനാ എന്നുള്ള നിലക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. ബാക്കി അള്ളാഹ് നോക്കിക്കോളും. എന്നിട്ട് നമുക്കൊരു പരീക്ഷണം നടത്താം, ഒരു പരിശോധന നടത്താം, ആരായിരിക്കും വിജയിക്കുക. ഇത് ഖുറൈശികളെ ഉണർത്തുന്നത്, അറബികളെ ഉണർത്തുന്നത്, അവരുടെ നിലപാട് അവർ തിരുത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് അപകടമാകും എന്നതുകൊണ്ടാണ്. ബി ആയാത്തില്ല ഫഅലല്ലാഹി തവക്കൽതു. തവക്കൽതു പറഞ്ഞാൽ ഞാൻ തവക്കുൽ ചെയ്തു എന്നാണല്ലോ, ദിക്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും പറയണത്. ഇനി തവക്കൽതു അലല്ലാഹ്. ഫഅജ്മിഉ അംറക്കും, നിങ്ങളുടെ കാര്യം ഒന്നാകെ തീരുമാനിച്ചു കൊള്ളുക, കൂട്ടമായി തീരുമാനിക്കുക എന്നാണ് അജ്മിഉ. നിങ്ങളെല്ലാവരും സംഘം ചേർന്ന് തീരുമാനിക്കുക, ജമാഅത്തായിട്ട് അല്ലെങ്കിൽ ജംആയിട്ട്. അംറക്കും, നിങ്ങളുടെ കാര്യം. വശുറക്കാക്കും, നിങ്ങളുടെ പങ്കാളികളെയും കൂട്ടിക്കോളി. നിങ്ങളുടെ പങ്കാളികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പങ്കാളികളുണ്ടെന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടല്ലോ, ആ ദൈവങ്ങളെയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചു കൊള്ളുക. സുമ്മല യക്കുൻ അമ്രുക്കും, പിന്നെ നിങ്ങളുടെ കാര്യം ആകരുത് അലൈക്കും, നിങ്ങളുടെ മേൽ തന്നെ ഉമ്മത്തൻ, അവ്യക്തമാകരുത്. നിങ്ങൾ എനിക്കെതിരെ നിലപാട് സ്വീകരിക്കുക, തന്ത്രമാലോചിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെതിരെയാണ്. അതിൻ്റെ ഭവിഷ്യത്ത്, അതിൻ്റെ പരിണതി, അതിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അവ്യക്തതയൊന്നും വേണ്ട. ഉമ്മത്താകണ്ട. ഉമ്മത്ത് പറഞ്ഞ അവ്യക്തത, മങ്ങിയത് അല്ലെങ്കിൽ മറഞ്ഞത് എന്നൊക്കെയാണ് അതിനർത്ഥം. ഉമ്മത്ത് നിങ്ങളങ്ങനെ തീരുമാനിച്ചോളൂ. പക്ഷേ അതിനെ സംബന്ധിച്ച് നിങ്ങൾ അവ്യക്തതയിലോ മങ്ങിയ വിധത്തിലോ അല്ലെങ്കിൽ മറഞ്ഞ വിധത്തിലോ ഒന്നും ആവരുത്. കാര്യം വ്യക്തമായി നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ എനിക്കെതിരെ നടത്തുന്ന തന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെതിരെയാണ്. കാരണം ഞാൻ അള്ളാഹ് പറഞ്ഞത് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പരിണിതി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾക്ക് അവ്യക്തത ഉണ്ടാവേണ്ടതില്ല. അഥവാ അതിൻ്റെ പരിണിതി, അവസാന നാശം, ശിക്ഷ നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്നവരെ താക്കീത് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സുമ്മ ഖുലൂ അലയ്യ, പിന്നെ നിങ്ങൾ എനിക്കെതിരെ എൻ്റെ നേരെ ആ തീരുമാനം, നിങ്ങൾ എടുക്കുന്ന തീരുമാനം നടപ്പാക്കിക്കൊള്ളുക. സുമ്മ ഖുലൂ അലയ്യ, എൻ്റെ മേൽ ആ തീരുമാനം നടപ്പാക്കുക. വലാ തുൻളിറൂൻ, എനിക്കൊരവസരവും തരേണ്ടതില്ല. അഥവാ എനിക്ക് മറുതന്ത്രം പയറ്റുവാനോ മറിച്ചൊരു തീരുമാനമെടുക്കുവാനുള്ള അവസരമൊന്നും നിങ്ങൾ തരേണ്ട. എൻ്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അതിന് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രവാചകൻ്റെ പ്രബോധനത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തൻ്റെ ജനങ്ങളെ ഉണർത്തുന്ന കാര്യമാണ്. അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരു മടുപ്പുള്ള മാതിരി ഉറക്കൊക്കെ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ വീഴ്ചകളൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഖുർആനോട് താല്പര്യപൂർവ്വം സമീപിക്കുന്ന ഒരു നിലപാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ അല്ലാഹു തആല സഹായിക്കട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.